ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കൃഷ്ണമോള് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സങ്കടപ്പെടാൻ കാരണമുണ്ട്, വേറൊന്നുമല്ല, നമ്മുടെ അലീനയെ പിടിച്ചുകൊണ്ട് പോയതിന്റെ ആ ഒരു വിഷമത്തിലാണ് കൃഷ്ണമോൾ ഉള്ളത്. അപ്പം ആ ഒരു സമയത്ത് രേവതിക്കുട്ടി ഫോൺ ചെയ്യുകയാണ്. അപ്പൊ രേവതിക്കുട്ടി ഫോൺ ചെയ്തു. അപ്പൊ നമ്മുടെ കൃഷ്ണമോള് ഫോൺ എടുക്കുക. ഫോൺ എടുത്ത ഉടനെ തന്നെ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, അത് പിന്നെ മോളെ നീ വിഷമിക്കണ്ട, ഞാനിവിടെ അങ്കിളിനോടും ആന്റിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അലീന ചേച്ചിയുടെ കാര്യത്തില് അവര് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുക്കുമായിരിക്കും. അല്ല ചേച്ചി, ഇവിടെ എല്ലാവരും പെട്ടിരിക്കുക, പുറത്തിറങ്ങാൻ പോലും നിവർത്തിയില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ മോളെ, അവിടെ വേറെ ആരും ഇല്ലല്ലോ? ഇല്ല, അലീന ചേച്ചി ആയിരുന്നു ചേച്ചി എന്റെ ധൈര്യം, ഇപ്പം അതും ഇല്ല. നമുക്കൊരു 4 മണി വരെ നോക്കാം. എന്താ അവര് ചെയ്യട്ടെ എന്ന് അറിയട്ടെ. അലീന ചേച്ചിനെ അവര് വിട്ടില്ല എങ്കിൽ ഇവിടെ അങ്കിളിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം. അത് പിന്നെ അച്ഛന്റെ വിവരമൊന്നും അറിയാനും മേല. അച്ഛന്റെ ഫോൺ ആണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അല്ല, അലീന ചേച്ചി എന്തിനാ ഫോൺ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അത് പിന്നെ എന്ത് വന്നാലും ന്യൂസ് ചാനലിലും പത്രത്തിലൊക്കെ വാർത്ത വരുമ്പം കുറെ പേരെങ്കിലും അച്ഛന്റെ ഫോൺ എടുത്ത് ചീത്ത വിളിക്കില്ലേ? അതുകൊണ്ടാ അലീന ചേച്ചി അച്ഛന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൺ കൊണ്ടുവന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. ഫോൺ കൊടുത്തില്ല അച്ഛൻ അലീന ചേച്ചി. അതൊക്കെ കേട്ട അച്ഛൻ താങ്ങില്ല. അത് നന്നായി. ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണോ? അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല രേവതി ചേച്ചി. ഇത് വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആകെ മൊത്തം കണ്ടിട്ട്. നീ പേടിക്കണ്ട കേട്ടോ, നമുക്ക് എന്നതെങ്കിലും ഒരു വഴി ഉണ്ടാക്കാട്ടോ. അല്ല, മോള് വല്ലത് കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്? ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല, എനിക്കൊന്നും വേണ്ട, വിശപ്പേ ഇല്ല. അങ്ങനെയൊന്നും കഴിക്കാതെ ഒന്നും ഇരിക്കരുതേ മോള്. എന്നതെങ്കിലും ഒന്നെടുത്ത് കഴിക്ക്. ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച് വയറും കൂടെ കേടായാൽ പിന്നെ ഭയങ്കര വിഷമവും നിരാശയും ഒക്കെ തോന്നും. പിടിച്ചു നിൽക്കണ്ടേ മോക്ക്? അതാ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതിനെ പിടിച്ചൊക്കെ നിൽക്കണമെങ്കിലേ ശരീരത്തിന് ബലം വേണം, എന്നാലേ മനോബലം കിട്ടത്തുള്ളൂ. അല്ല, ബബിത എവിടെ പോയി? റൂമിൽ ഇരിക്കുവോ, കിടക്കുവോ, നടക്കുവോ, ഫോൺ നോക്കുവോ ഒക്കെ ചെയ്യുന്നുണ്ട്. ബബിത ചേച്ചി എന്നോട് മിണ്ടാൻ പോലും വരത്തില്ല. ബബിത ചേച്ചി അങ്ങനെയാ. മോള് പോയി എന്തെങ്കിലും കഴിക്കണമെന്നേ, ഞങ്ങളുണ്ടെന്നേ. മോക്ക് എന്തെങ്കിലും വിഷമം വന്നാല് ഈ രേവതി ചേച്ചിനെ വിളിച്ചാൽ മതി കേട്ടോ. അലീന ചേച്ചിയായിട്ട് കണ്ടാൽ മതി രേവതി ചേച്ചിനെ. എന്നാ പിന്നെ ഫോൺ വെച്ചോന്നും പറഞ്ഞ് നമ്മുടെ രേവതി കുട്ടി ഫോൺ വെച്ചു. പാവം, ആ കുട്ടിയുടെ അവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ കൃഷ്ണമോളുടെ. അങ്ങനെ വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? ആകെ ഉണ്ടായിരുന്ന ആശ്വാസം എന്ന് പറയുന്ന അലീനയാണല്ലോ. അലീനയെ പോലീസ് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഈ സമയം നമ്മുടെ അലീനയെ ഇങ്ങനെ പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ടിലെ ആ ഗ്ലാസ്സിൽ കൂടെ ഈ പോലീസുകാരൻ അലീനയെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ആര് കണ്ടാലും നമ്മുടെ അലീനയെ ഒന്ന് നോക്കിപ്പോവും, ഇടിക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ക്യാമ്പിലേക്കാണോ അതോ സ്റ്റേഷനിലേക്കാണോ ഇവളെ കൊണ്ടുപോകേണ്ടത് എന്ന്. അപ്പോഴത്തേക്കും അവിടുത്തെ വനിതാ പോലീസ് പറഞ്ഞു, സ്റ്റേഷനിലേക്ക് പോകണം, ഇവളെ SHOയുടെ മുമ്പിൽ എത്തിക്കണ്ടേ, അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന്. അദ്ദേഹം ചിലപ്പോൾ ഇവളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും, അത് ഉറപ്പല്ലേന്ന്. അപ്പം അവിടെ SI പറഞ്ഞു, ഇവളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണമെങ്കിൽ മിക്കവാറും ക്യാമ്പിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അല്ല സാറേ, സ്റ്റേഷനിൽ ഇപ്പൊ കൊണ്ടുപോകാം, എനിക്ക് ഇന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിയാണ്. അപ്പൊ എനിക്കൊന്ന് പെരുമാറണമെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് തന്നെ പോകാം സാറേ. എന്നാ പിന്നെ ശരി, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, വേഗം സ്റ്റേഷനിലേക്ക് വിട്ടോടോ എന്ന് പോലീസുകാരനോട് പറയാണ്. അലീനയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തിരിക്കുമ്പം വലിയ കൂസലൊന്നും ഇല്ല കേട്ടോ, വലിയ പേടിയൊന്നുമില്ല. അലീനയ്ക്ക് ഒരു ഉറച്ച വിശ്വാസം ഉണ്ട്, താൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് താൻ പേടിക്കുന്നത് എന്ന് വിചാരിച്ച് തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനുവിനെ കൃഷ്ണമോള് വിളിക്കുക. അങ്ങനെ മനു ചോദിക്കുക, എന്താ മോളെ നീ വിളിച്ചത്, അവിടെ എന്താ ഈ കാര്യങ്ങള്? അത് പിന്നെ ഇവിടെ പോലീസ് വന്ന് അലീന ചേച്ചിനെ കൊണ്ടുപോയി മനുവേട്ടാ. അലീന പോലീസ് കൊണ്ടുപോയെന്നോ? എന്താ എന്താ മോളി പറയുന്നത്? അലീന എന്തിനാ പോലീസ് കൊണ്ടുപോയത്? എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നാ പറഞ്ഞത്. പോലീസ് എന്തിനാ നിരപരാധികളായ സ്ത്രീകളെ പിടിച്ചോണ്ട് പോകുന്നത്? കൂടെ വനിതാ പോലീസും ഉണ്ടായിരുന്നു. അവർക്ക് രോഹിത്തേട്ടന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അത് അവിടെ വെച്ച് ചോദിക്കാനല്ലേ ഉള്ളൂ, അതിനെതിരെ അവളെ പൊക്കി പിടിച്ചോണ്ട് സ്റ്റേഷനിലേക്ക് പോയത്? എനിക്കൊന്നും അറിയാൻ മേല, എനിക്കൊന്നും അറിയത്തില്ല, എന്നതാ ഞാൻ ചെയ്യേണ്ടത്? ഇതിപ്പോ അച്ഛനോടും പറയാൻ പറ്റത്തില്ലല്ലോ, അച്ഛന് ഭയങ്കര വിഷമാവും. അതാ മോള് ഒരു കാര്യം ചെയ്യാം, ഒരിക്കലും അലീനയെ അവർ കുറ്റക്കാരിയാക്കത്തില്ല, ചോദ്യം ചെയ്യുമായിരിക്കും, അതല്ലേ ഉണ്ടാകാൻ പോകുന്നത്. അവക്ക് അങ്ങനെ പിന്നെ പോലീസിനെ പേടിയൊന്നുമില്ല. തെറ്റ് ചെയ്യാത്തവർ എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? അവക്ക് പേടി കാണത്തില്ല. അലീന ചേച്ചീനെ അവർ ഇന്ന് തന്നെ തിരിച്ചയക്കും മനുവേട്ട. കസ്റ്റഡിയിലെടുത്താൽ തിരിച്ചയക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ഇനി ചേച്ചീനെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് ഉപദ്രവിക്കുമെന്ന്
എന്റെ പേടി അതൊന്നും നീ പേടിക്കേണ്ടതേ, സ്വയം രക്ഷിക്കാനുള്ള കഴിവൊക്കെ അവൾക്ക് ഉണ്ട്. അതുകൊണ്ട് അതോർത്ത് പേടിക്കാതെ. മനുവേട്ട എന്തെങ്കിലും ഒന്ന് ചെയ്യണേ മനുവേട്ട, എനിക്ക് പേടിയാവുക. ഞാനൊന്ന് നോക്കട്ടെ, ഗോവർദ്ധങ്കലിനെ വിളിച്ചിട്ട് കാര്യം ഞാൻ പറയാം. എന്നിട്ട് ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോകാം കേട്ടോ. മോള് സമാധാനമായിട്ടിരിക്കെ. എന്നാ പിന്നെ ശരി മനുവേട്ട, ഞാൻ വെക്കുവാണേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും ശരി മോളെ എന്ന് പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും കൃഷ്ണമോൾക്ക് പറ്റുന്നതൊക്കെ കൃഷ്ണമോൾ ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് നമ്മുടെ അലീനെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോൾ വീണ്ടും അവിടെ ഇരുന്ന് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു സീനാ കാണുന്നത്. ഇതറിഞ്ഞപ്പോഴത്തേക്ക് മനുവിനും ഭയങ്കര ടെൻഷൻ. മനുവും ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ്. എന്നിട്ട് മനുവിന് ഏതായാലും ഇവിടെ നിന്ന് പോകണമല്ലോ, സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ മനു എന്ത് ചെയ്തു, റെഡി ആയിട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങാം. അപ്പം നമ്മുടെ കമലാമ്മയുടെ അവിടെ ഉണ്ടേ. കമലാമ്മയുടെ വന്നിട്ട്, എടാ മനു, നീ ഇതെങ്ങോട്ടാ പോകുന്നത്? നീ ഇതെവിടെ പോവാടാ? എവിടെയെങ്കിലും അല്ല ഞാൻ പോകുന്നത്, എല്ലായിടത്തും ഞാൻ പോവും. എല്ലായിടത്തും പോകുന്നു അന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായില്ല. ഞാന് പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റല്, കടപ്പാട്ടൂര് എവിടെയൊക്കെ പോവും. ഓ അങ്ങനെ ഇപ്പൊ പോവണ്ട. ഹരീനെ പോലീസ് പിടിച്ചപ്പം നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോവണ്ട. ആഹാ, അലീനെ പോലീസ് പിടിച്ചപ്പം നിനക്ക് ഇരിക്കാൻ വയ്യല്ലേ, കിടക്കാൻ വയ്യല്ലേ, നിക്കാൻ വയ്യല്ലേ? അത് പിന്നെ ഹരി തെറ്റ് ചെയ്തിട്ടാ പോലീസ് അറസ്റ്റ് ചെയ്തത്. അലീന എന്നാ തെറ്റാ ചെയ്തത്? ഓ അവൾ എന്നാ തെറ്റ് ചെയ്തെന്ന്, അവൾ എന്നാ ചെയ്യാത്തത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. അത് പിന്നെ അമ്മ പറ കേക്കട്ടെ, അവൾ എന്ത് തെറ്റാ ചെയ്തത്? പറ അമ്മ പറ. അത് പിന്നെ നീ അവളെ കൂട്ടിക്കൊണ്ട് വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു വെള്ളിയാഴ്ചയാ, അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇനിയിപ്പോ വെള്ളിയാഴ്ചക്ക് എന്നാ കുഴപ്പം? അത് പറ. അച്ഛൻ മരിച്ച് 9-ന്റെ അന്ന് സഞ്ചയനം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നാ ഞാൻ ചോദിക്കുന്നത്. പറയമ്മേ പറ, എന്താണ് പറ്റിയത്? അച്ഛൻ എണീറ്റ് നടക്കുമായിരുന്നു. അച്ഛന് വേറെ വലിയ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. വടിയും കുത്തിപ്പിടിച്ച് കോടിപ്പടി കയറുകയും ഇറങ്ങുകയും ചെയ്യുമായിരുന്നു. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യില്ലായിരുന്നോ? അതിനിപ്പോ എന്താ അമ്മേ? അതിനിപ്പോ എന്താ പ്രശ്നം? കഴിക്കുട്ടത്ത് പോയി അവളുടെ തിരുമോത കണ്ടതിന് ശേഷം എത്ര ദിവസം ഇരുന്നു അച്ഛൻ? നീ പറ എത്ര ദിവസം ഇരുന്നു? 2 ആഴ്ച തികച്ചിരുന്നോ നിന്റെ അച്ഛൻ? ഇല്ല, തികച്ചില്ല. അതിനിപ്പോ എന്താ പ്രശ്നം? ഏറ്റവും കുറഞ്ഞത് 2 വർഷം കൂടി അച്ഛൻ നല്ല ആരോഗ്യത്തോടു കൂടി ഈ വീട്ടിൽ ജീവിച്ചേനെ. ഓ അലീന എന്നാ തെറ്റ് ചെയ്തിട്ടാ മുത്തച്ഛൻ അത്രയും പെട്ടെന്ന് പോയത്? അതോട് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അവളുടെ ദൃഷ്ടി നീ ശ്രദ്ധിച്ചോ? സർവവും നശിപ്പിക്കുന്ന സർപ്പദൃഷ്ടിയാ അവളുടെ ദൃഷ്ടി. സർപ്പദൃഷ്ടിയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ദൃഷ്ടി പതിനടം നശിക്കും. അവള് വന്ന് കേറിയതിന് ശേഷം 2 കുടുംബത്തിലും അനർത്ഥങ്ങളാണ് ഉണ്ടായത്. 2 കുടുംബവും എന്താ ചെയ്തത്? അവള് നിഴല് പതിയുന്നിടത്ത് ഗതി പിടിക്കത്തില്ല. താന്നു പോവും, താന്ന്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അമ്മയുടെ ദൃഷ്ടി കാണുമ്പോഴേ അങ്ങനെയാ തോന്നുന്നത്. ഓ ഞാൻ ഈ വീട്ടിൽ കാല് കുത്തിയതിനു ശേഷം വെച്ചടി കയറ്റുമായിരുന്നു. നിനക്കറിയാമോ? ആർക്ക്? തെങ്ങ് കയറ്റക്കാരനും മറ്റേ കള്ള് ചെത്തുന്നകാരനും. അവർക്ക് കേറിയല്ലേ പറ്റത്തുള്ളൂ. ഒന്ന് പോ അമ്മേ. എടാ നീ അങ്ങോട്ട് പോവടാ. നീ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടുന്ന് പോകണ്ട. ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആരുണ്ടടാ എനിക്ക് കൂട്ടിന്? ഇവിടെ ഞാൻ തന്നെയല്ലേ. പോലീസുകാർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സമ്മതിക്കത്തില്ല, വിടത്തില്ല. അമ്മയാണോ അതോ അവളാണോ നിനക്ക് വലുത്? എനിക്കറിയണം. അങ്ങനെ ഇപ്പൊ നീ ഇവിടുന്ന് പോണ്ട. ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നമ്മ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഇല്ല, മാറി നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കത്തില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മനു അകത്തേക്ക് തന്നെ കയറി തിരിച്ചു പോവുകയാണ് കേട്ടോ. പുറത്തേക്ക് പോകുന്നില്ലേ. നമ്മുടെ കമല വിടുന്നില്ല. കമല വാതിലിന്റെ അവിടെ തന്നെ നിൽക്കുക. ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് നമ്മുടെ കമല. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവർദ്ധനെയാണ്. അങ്ങനെ ഗോവർദ്ധനെ മനു വിളിക്കുകയാണ്. അപ്പൊ മനു വിളിച്ചിട്ട് നമ്മുടെ ഗോവർദ്ധനോട് പറയുവാണ്, അത് പിന്നെ അങ്കിളിപ്പ എവിടെയാ? ഞാന് വക്കീലിനെ കാണാൻ വേണ്ടി വന്നതാ. അലീന പോലീസ് കസ്റ്റഡിയിലാണെന്ന് കൃഷ്ണമോള് പറഞ്ഞു. അത് സത്യമാണോ എന്ന് അറിയത്തില്ല. ഒന്ന് അന്വേഷിക്കൂ അങ്കിളെ. അലീനയോ? അവളെ എന്തിനാ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്? അവളെന്താ ചെയ്തത്? ചോദ്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. വനിതാ പോലീസൊക്കെ വീട്ടിൽ ചെന്നിരുന്നു അത്രേ. അപ്പോഴാ അലീനെ പിടിച്ചോണ്ട് പോയത്. സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് പോയെന്നോ? കൊണ്ടുപോയെന്നാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാ. അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചിലപ്പം വിട്ടയക്കുമായിരിക്കും മനു. അല്ലാതെ വേറെ വിഷയം ഉണ്ടാകാൻ വഴിയില്ലല്ലോ. എന്നാലും ഒരു പേടി. റേപ്പ് കേസേ കുറച്ച് പ്രശ്നമായതുകൊണ്ട് പോലീസുകാർ എന്നെ ഉദ്ദേശിക്കുന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഏതായാലും ഞാൻ സ്റ്റേഷനിൽ പോയെന്ന് അന്വേഷിക്കാം. എന്റെ വൈഫിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടല്ലോ. അല്ല, ആ അങ്കിള് ട്രാഫിക്കില. ഞാൻ അന്വേഷിക്കായിരുന്നു. ഒന്ന് അന്വേഷിക്കണം കേട്ടോ. മറക്കരുതേ, മാറ്റി വെക്കരുതേ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വിളിക്കാന്നേ.
അല്ല അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ഓ, ആരും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല, ഗേറ്റ് അടച്ചിട്ടേക്കാണ്. പിന്നെ മറ്റ് റിമോട്ട് ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും ഇപ്പം പുറമെ തുറക്കാനും പറ്റത്തില്ല. ദേ ഇവിടെയും എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അറിയാലോ, ബാലേന്ദ്രന്റെ കടകളെല്ലാം പൂട്ടിയിട്ടിരിക്കുക. കട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, കല്ലെറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അലീന നേരത്തെ പറഞ്ഞതുകൊണ്ടാ കട പൂട്ടിയിട്ടത്, അല്ലെങ്കിൽ നേരത്തെ നാട്ടുകാർ എറിഞ്ഞ് പൊട്ടിച്ചേനെ. ഓ എന്റെ പൊന്നങ്ങളെ, ഇനിയിപ്പോ ഇവിടെ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഓ ഇനിയിപ്പോ പോലീസുകാര് അലീനയെ പിടിച്ചോണ്ട് പോകുന്നതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രന്റെ BP കൂടും. അതുകൊണ്ട് അതിപ്പോ പറയണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിക്കോളാം മനു, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരെ അലീനയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സമയത്ത് അവിടെ മീഡിയക്കാരെല്ലാം ചുറ്റും കൂടി നമ്മുടെ അലീനയുടെ വീഡിയോ പിടിക്കുന്നു, അലീനയോട് പല പല കാര്യങ്ങൾ ചോദിക്കുന്നു. സത്യമായിട്ടും അത്രയും നേരവും പേടിക്കാതിരുന്ന അലീന, ഒരു മനസ്സ് തകരാതിരുന്ന അലീന ഈ മീഡിയക്കാരെ എല്ലാം കണ്ട് ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ അലീനയെ കൊണ്ടുപോവുക. അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് മാനസികമായിട്ട് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഈ മീഡിയക്കാർ എന്തിനാ വന്നത്? നമ്മുടെ അലീന എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ അലീനയ്ക്ക് അത്രയും നേരം ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ മീഡിയക്കാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് വല്ലാത്ത പേടിയായിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, മീഡിയയിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളച്ച് കെട്ടി എന്തൊക്കെ കഥയാ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മുഖം കിട്ടിയാൽ മതി, അത് വെച്ചിട്ട് പല കഥകൾ ഉണ്ടാക്കും. അവിടെ നിന്ന് മീഡിയക്കാർ എന്തൊക്കെയോ പറയുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തൊക്കെയോ ചെറിയ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയത് കിട്ടിയാൽ മതിയല്ലോ, നാട്ടുകാരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അലീനയും കൊണ്ട് അകത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ ലോക്കപ്പില് ഹരി, രോഹിത്, രണ്ട് കൂട്ടുകാരന്മാര് ഇങ്ങനെ കിടക്കുക. ഹരി അതിന്റെ അകത്ത് കിടന്നിട്ടും രൂക്ഷമായിട്ട് നമ്മുടെ അലീനയെ തന്നെ നോക്കുക കേട്ടോ. രോഹിത് ആണെങ്കിൽ ഒരു നിസ്സഹായ അവസ്ഥയില്, മുഖമൊക്കെ കുനിച്ച് വല്ലാത്തൊരവസ്ഥയിൽ, അലീനെ നോക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അറിയാം നമ്മുടെ രോഹിത് കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ നമ്മുടെ അലീനയുടെ ആങ്ങളെ അല്ലേ, അതിന്റെ ഒരു വിഷമം നമ്മുടെ അലീനയ്ക്ക് ഉണ്ടാകാതിരിക്കുവോ? ഭയങ്കരമായിട്ട് വിഷമം തോന്നാട്ടോ രോഹിത്തിന്റെ മുഖം കണ്ടപ്പം. പക്ഷെ ഹരീനെ കണ്ടപ്പം ഹരീനെ വെട്ടിക്കീറാനുള്ള കലി തോന്നും. അതുപോലെയാണ് നമ്മുടെ ഹരിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ, ഒന്നും പറ്റിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ രോഹിത്തിനെ കണ്ടാല് അലീനയ്ക്കെന്നല്ല നമുക്കും ചെറിയ പാവം തോന്നും. കാരണം ആ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവനെ കൊണ്ട് അത് കഴിഞ്ഞില്ല, പറ്റിയില്ല, അവനെ കൊണ്ട് അത് സാധിച്ചില്ല. പക്ഷെ ഹരി അങ്ങനെയല്ല. അപ്പം ആ ഒരു ഡിഫറൻറ്റ് ഏതായാലും രണ്ടിന്റെ മുഖത്ത് കാണൂല. അപ്പൊ നമ്മുടെ അലീന വന്നു കണ്ടു, അലീന പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭിത്തിയിൽ ചാരി ഇരുന്ന് നമ്മുടെ രോഹിത് ഇങ്ങനെ നിരങ്ങി ഊർന്ന് ഇറങ്ങി ഇങ്ങനെ നിലത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിങ്സ് തോന്നും നമുക്ക്. അപ്പൊ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഗോവർദ്ധനം വന്നിട്ട് അതെ ഞാൻ ഇവിടുത്തെ സാറിനെ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞ് അവിടെ ഒരു കോൺസ്റ്റബിളിനോട് സംസാരിച്ചപ്പോഴത്തേക്കും എന്തിനാ സാറേ, എന്താ സംഭവം എന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഇച്ചിരി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനത് അകത്ത് പറഞ്ഞോളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കോൺസ്റ്റബിൾ നിർബന്ധിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ പറയുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നുമല്ല, എന്റെ അളിയനുണ്ടല്ലോ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ, ബാലചന്ദ്രന്റെ വീട്ടിലൊരു കുട്ടി ഇപ്പുണ്ട്. ആ പെങ്കൊച്ചിനെ ഇപ്പൊ ഇങ്ങോട്ട് പോലീസുകാർ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആ കുട്ടീനെ കാണണം, ഒന്ന് സംസാരിക്കണം. അയ്യോ വേണ്ട വേണ്ട, അദ്ദേഹത്തിന് ദേഷ്യം വരും. അവര് തമ്മിലെ ഒന്ന് ഉടക്കി നിൽക്കുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉടക്കി നിൽക്കുകയാണെന്നോ? അതേന്നേ. സാറിന് ഇപ്പൊ നമ്പ്യാർ സാറിനല്ലേ കാണേണ്ടത്, ഞാൻ കാണിക്കാം. CA സാറിന് ഇപ്പൊ തൽക്കാലം കാണണ്ട, നമ്പ്യാർ സാറിനെ കണ്ടാ പോരെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്പ്യാർ സാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം രമേശ് നമ്പ്യാർ എന്നാണ് കേട്ടോ അയാളുടെ പേര്. നമ്മുടെ അലീനെ പിടിച്ചുകൊണ്ടുവന്ന വൃത്തികെട്ട പോലീസിന്റെ പേര്. അപ്പം SI ആണ് കേട്ടോ, നമ്മുടെ നമ്പ്യാർ സാർ SI ആണ്. അപ്പൊ നമ്മുടെ ഗോവർദ്ധൻ എക്സ്ക്യൂസ് മീ സാർ എന്ന് വെച്ചപ്പോഴത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ അകത്ത് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ രമേശ് നമ്പ്യാർ ചോദിച്ചു, അല്ല താൻ ആ ബാലചന്ദ്ര മേനോന്റെ മാനേജർ അല്ലേ? അദ്ദേഹത്തിന്റെ അളിയനാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സഹോദരിയെ ഞാനാ വിവാഹം ചെയ്തിരിക്കുന്നത്. ഓ, അപ്പം നിങ്ങൾ ബന്ധുക്കൾ കൂടിയാ, മാനേജർ മാത്രല്ലല്ലേ? അതെ സാറേ, ഞങ്ങള് മാനേജർ മാത്രല്ല, ബാലേട്ടന്റെ വീട്ടിൽ നിന്ന് സാറൊരു പെൺകുട്ടീനെ പിടിച്ചോണ്ട് വന്നില്ലേ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ? അല്ല, തന്നോട് ആര് പറഞ്ഞ് അന്വേഷിക്കാനായിട്ട്? എന്നോട് ആരും പറഞ്ഞിട്ടല്ല സാറേ. ആ വീട്ടിൽ ഇപ്പൊ 3 പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, അതിലൊരെണ്ണത്തിനെയാ പിടിച്ചോണ്ട് വന്നത്. അപ്പൊ പിന്നെ അന്വേഷിച്ചു വന്നില്ലെങ്കിൽ അത് മോശമല്ലേ സാറേ? അപ്പം മോശമല്ലാത്തത് കൊണ്ടാണോ വന്നത്? അതുമാത്രമല്ല, അന്വേഷിക്കണമല്ലോ. ബാലേട്ടൻ ഇപ്പം ഹോസ്പിറ്റലില, വീട്ടിൽ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. ആ പെങ്കൊച്ച കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് കേട്ടിട്ടൊക്കെ വെറും എന്താ പറയുക, നിസ്സാരമായിട്ട് ആ പോലീസ് കണ്ടിട്ട് SI പറയാണ്, ആ പെണ്ണിനെ CI അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചോണ്ട് വന്നതാ. അല്ല, ആ കൊച്ചിനെ കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ സാറേ. പിന്നെ എന്താ, ആ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നതും ആ കുടുംബം നോക്കുന്നതും ആ കൊച്ച. അതൊക്കെ ശരിയായിരിക്കും.
അവള് വലിയൊരു സാമർത്ഥ്യക്കാരിയാണെന്ന് അവളോട് ചോദ്യം ചെയ്തപ്പോ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ യജമാനത്തെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയിട്ട് മുതലാളിയെ അടിച്ചു മാറ്റിയതല്ലേ അവള്. പിന്നെ സാമർത്ഥ്യത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. കഥകളൊക്കെ പോലീസ് സ്റ്റേഷനിലും അറിഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഇല്ല സാറേ, അങ്ങനെയൊന്നും അല്ല, അതൊക്കെ ചുമ്മാ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതാ. ഓ, അങ്ങനെയില്ലേ? എന്നാ പിന്നെ ബാലചന്ദ്ര മേനോന്റെ ഭാര്യ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴല്ലേടോ ആക്സിഡന്റ് ഉണ്ടായത്? അതെങ്ങനെയാ ഉണ്ടായത്? അത് പറ. അത് ഇവള് കാരണമല്ലേ? അത് പിന്നെ വൈജേച്ചി കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്കാ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. ഓ, പോയ സമയം എപ്പോഴാന്നാ ഞാൻ ചോദിച്ചത്. രാത്രി 1:30 മണിക്ക്. ആ സമയത്ത് ഇങ്ങനെ പോണമെങ്കിൽ എന്താ ഉണ്ടായതെന്നൊക്കെ എനിക്കറിയാം. ഞാനും അരിയാഹാരം ഒക്കെ തന്നെയാ കഴിക്കുന്നത്. എന്റെ പൊന്നു സാറേ, സാറിന് അറിയാൻ മേലാഞ്ഞിട്ടാ. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളൊക്കെ. ആ പെങ്കൊച്ചൊരു അനാഥയാ സാറേ. അതിനെ കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല സാറേ. ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാം. ഹരിശങ്കരും രോഹിത്തും അവളെ മയക്കുമരുന്ന് കലക്കി വെള്ളം കുടിപ്പിച്ച് പണി കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. എന്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നും അല്ല കഥ. അവള് ഒന്നും ചെയ്തിട്ടില്ല അവര്. ഓ, നീ കൂടുതൽ പറയൊന്നും വേണ്ടടാ. അല്ല, ഇനിയിപ്പം നിനക്കും അവൾ എന്തെങ്കിലുമൊക്കെ തന്ന് കാണുമായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയാണല്ലോ ഈ വേലക്കാരികള്. പോക്ക് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം, എന്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നും സംസാരിക്കരുതേ. ആ പെങ്കൊച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല. അതൊരു പാവം പെങ്കൊച്ച. ഓ, പാവം പെങ്കൊച്ചാണോ? ചിലപ്പോ ഞാൻ ആ പാവം പെങ്കൊച്ചിനെ റേപ്പ് കേസിൽ 5ാമത്തെ പ്രതിയായിട്ട് ചിലപ്പോ ഞാൻ കൊണ്ടുവന്നൊക്കെ ഇരിക്കും. എന്താ പ്രശ്നമുണ്ടോ? പിന്നെ അതവളുടെ സഹകരണം പോലെ ഇരിക്കും കേട്ടോ. സഹകരിച്ചാൽ കുഴപ്പമില്ല. അത് പിന്നെ 5ാം പ്രതിയാക്കാൻ അവൾ എന്ത് തെറ്റാ സാറേ ചെയ്തത്? എടോ, പോലീസ് ആക്കിയാൽ ആക്കിയതാ. അവള് മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചാല് അവക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ പോലീസുകാരാക്കും. എന്റെ പൊന്ന് സാറേ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചോട്ടെ? വേണ്ട. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. പ്രതികളോടും വേണ്ട, സാക്ഷികളോടും വേണ്ട. അതിനുള്ള അനുവാദം മുകളിൽ നിന്ന് തന്നിട്ടില്ല. ഇനിയിപ്പോ തെളിവുകൾ മായ്ച്ചു കളയാനും സാക്ഷികളെ സ്വാധീനിക്കാനും ചിലപ്പോൾ വഴിയൊരുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സംസാരമേ. അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം ഗോവർദ്ധന പറഞ്ഞു, അതിന് അലീന പ്രതിയും സാക്ഷിയൊന്നും അല്ലല്ലോ. അത് ഞങ്ങൾ പോലീസുകാരല്ലേ തീരുമാനിക്കുന്നത്, അല്ലാതെ നീയോ അലീനയോ ആണോ? അത് പിന്നെ ഞാൻ രോഹിത്തിനോടൊന്ന് സംസാരിച്ചോട്ടെ? ഓ, ഒരു രക്ഷയുമില്ല. അതിനു വേണ്ടി താൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ട. താൻ തന്റെ പണി നോക്കിപ്പോക്കോ. കാണാനോ മിണ്ടാനോ സംസാരിക്കാനോ ഒന്ന് നോക്കാനോ പോലും സമ്മതിക്കത്തില്ല. പിന്നെ ഇതിൽ ഈച്ചക്കേസല്ല, നല്ല പ്രഭാതമായ കേസാ. സൂര്യനെല്ലി പോലെ ഇത് കേരളം മുഴുവൻ ഇങ്ങനെ അലയടിക്കും. അറിയാലോ, മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നിൽക്കാതെ പൊക്കോ, വിട്ടു പൊക്കോ. തന്റെ പണി നോക്കിയാൽ താൻ ഈ കേസിലെ പ്രതി ആവത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോ താനും ഈ കേസിലെ പ്രതിയാവും. ചെല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവർദ്ധനെ അവിടെ നാട്ടി ഇറക്കി വിടുകയാണ് പോലീസുകാരൻ, അതായത് SI. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിക്കുട്ടീനെയും ഗ്രേസിനെയും മാമച്ചനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ രേവതിക്കുട്ടി ഇവരെ രണ്ടുപേരും വിളിച്ചിട്ട് പറയുകയാണ്, അത് പിന്നെ എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ, പ്രധാനപ്പെട്ട കാര്യങ്ങളോ? എന്ത് കാര്യങ്ങള്? എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്കിളെ. ആന്റി, ഞാനൊരു കാര്യം പറയട്ടെ. അലീന ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഇതുവരെ വിട്ടയച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ആര് പറഞ്ഞു നിന്നോട്? അതെ, ഞാന് കൃഷ്ണച്ചേനെ വിളിച്ചു ചോദിച്ചപ്പോൾ കൃഷ്ണച്ചയാ പറഞ്ഞത് അലീന ചേച്ചിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറ്റവാളികളെ ഇരുത്തിയേക്കുന്ന പോലെ ഒരു സ്ഥലത്ത് ഇരുത്തേക്കുവാണെന്ന്. അവൾ എങ്ങനെ അറിഞ്ഞു? അത് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാല്, അവൾ പോലീസ് സ്റ്റേഷനിൽ പോയോ? അല്ല, ആ ഗോവർദ്ധൻ അങ്കിള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ആ അങ്കിള് വിളിച്ചു പറഞ്ഞെന്നാ എന്റെ അടുത്ത് പറഞ്ഞത് കൃഷ്ണജ. ഓ, അങ്ങനെയാണോ കാര്യങ്ങള്? എന്നാലും ഒരു തെറ്റും ചെയ്യാതെ അവളെ അങ്ങനെ ഇരുത്തിയേക്കുന്നതെന്ന് അയാൾ ചോദിച്ചില്ലേ? അയാള് ചോദിച്ചില്ലെന്നല്ല, മിണ്ടാ പോലും ഒന്നും സമ്മതിച്ചില്ല. അറിയാമോ, അതത്രയ്ക്ക് നല്ല ഏർപ്പാടല്ലല്ലോ. അതെങ്ങനെ ശരിയാകും? എന്തോ ദുരുദ്ദേശം ഉണ്ട് അങ്കിളെ, അത് ഉറപ്പാ. എന്തോ ദുരുദ്ദേശം ഉണ്ട് എന്നിങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പറയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തായിട്ട്. കുറച്ച് ലേറ്റ് ആയി പോയി, ശനിയാഴ്ച ആയതുകൊണ്ടാട്ടോ. അപ്പൊ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാറ്റത്തെ കുളിക്കൂട് നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്തിട്ടുണ്ട്, നമ്മളെ പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ചാനലിന്റെ ലിങ്ക് കിട്ടും. ടാറ്റ ബൈ ബൈ.